ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ഓട്ട്മീൽ കേക്കാണ്. വളരെ ഹെൽത്തിയാണ്. പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർന്നതല്ല. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് നന്നായി പഴുത്ത 2 റോബസ്റ്റ പഴമാണ്. അതിനെ നമുക്ക് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. മുട്ട നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നതായിരിക്കണം. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വയ്ക്കണം. തണുപ്പ് മാറിയതിന് ശേഷം വേണം നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇത് 2 മുട്ടയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചെടുത്തതിനെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് ഓട്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ അളക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ മറ്റുള്ളതും കൂടി അളന്നെടുക്കണം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. പാലിൻ്റെ പകുതി ആദ്യം ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ബാക്കി പകുതി കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കണം. ബേക്കിംഗ് പൗഡർ നന്നായി മിക്സായി കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. തേനിന് പകരമായി പഞ്ചസാര ചേർക്കാം. ഇനി ഇതിനെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 10 ഈത്തപ്പഴം കൂടി എടുക്കാം. അത് ഞാൻ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 10 ബദാമും 10 വാൾനട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെയും ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഒരു 5 ആപ്രിക്കോട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. അത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. ഇത് തന്നെ വേണമെന്നില്ല. മുന്തിരിയോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു കേക്ക് ടിൻ എടുത്ത് അതിലൊരൽപ്പം ഓയിൽ തടവി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ അവസാനമായി നമുക്ക് കുറച്ച് വെളുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും. മാത്രമല്ല കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാനും പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നേ ഇല്ല. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ചുവട് കട്ടിയുള്ളൊരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ച് 5 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഈ കൂട്ട് മാറ്റി വയ്ക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇത് ഞാനിവിടെ 50-55 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ കേക്ക് ഇവിടെ ബേക്കായി കഴിഞ്ഞു. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. തണുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഷുഗർ ഉള്ളവർക്കും കൊച്ചു കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഇതിൽ ഓയിലോ ബട്ടറോ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേരുന്നില്ല. മൈദയ്ക്ക് പകരമായി നമ്മളിവിടെ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. വളരെ റിച്ചായൊരു കേക്കാണ്. ഇതിൻ്റെ അടിഭാഗമെല്ലാം വളരെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഹെൽത്തിയായി ഈ ഒരു കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റുള്ള കേക്കുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഈ ഒരു കേക്ക്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.